നാരായണീയം ദശകം 4 ശ്ലോകം 3. താരം അന്ത അനുചിന്യ സന്തതം പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ഇന്ദ്രിയാണി വിഷയാത് അഥ അപഹൃത്യ ആസ്മഹേ ഭവതുപാസനോന്മുഖാഃ. വയം അന്തഃ താരം അടിയങ്ങൾ മനസ്സിൽ ഓങ്കാരത്തെ സന്തതം അനുചിന്യ ഇടമുറിയാതെ ധ്യാനിച്ച് പ്രാണവായും അഭിയമ്യ നിർമ്മലാഹ ശ്വാസവായുവിനെ സ്വാധീനമാക്കിയിട്ട് കാമക്രോധാദി ദോഷമകന്നവരായി, അതായത് മനഃശുദ്ധിയുള്ളവരായി, അഥ ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ അനന്തരം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ഭവതുപാസനോന്മുഖാഃ അവിടുത്തെ ഉപാസിക്കുന്നതിൽ സന്നദ്ധരായി ആസ്മഹേ ഇരുന്നുകൊള്ളാം. ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ അഷ്ടാംഗയോഗത്തിലെ യമം, നിയമം, ആസനം എന്ന യോഗമാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞ് യോഗാനുഷ്ഠാനത്തിൻ്റെ അടുത്ത ഘട്ടമായ പ്രാണായാമം, പ്രത്യാഹാരം എന്ന 2 യോഗാംഗങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രാണായാമം എന്നത് പ്രണവ അഭ്യാസത്തോടു കൂടിയ ശ്വാസനിയന്ത്രണമാണ്. പ്രണവമന്ത്രമായ ഓംകാരം തന്നെയാണ് ബ്രഹ്മം. ഓംകാരം ഉച്ചരിച്ചുകൊണ്ടും ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടും ക്രമമായി ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കണം. പിന്നീട് പ്രത്യാഹാരം എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് ഉയരണം. അതായത് സർവ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കണം. അതുണ്ടാകുമ്പോൾ മനസ്സ് പരിശുദ്ധമാവുകയും യോഗാനുഷ്ഠാനത്തിൻ്റെ അടുത്ത പടിയായ ധാരണാദി ഉത്കൃഷ്ട സ്ഥാനത്തേക്ക് കയറാനുള്ള യോഗ്യതയും ഉണ്ടാകുന്നു. അത്തരമൊരു അവസ്ഥ വരുവാനാണ് മേൽപ്പത്തൂർ ആഗ്രഹിക്കുന്നത്. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാത് അഥാപഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. 4-ാമത്തെ ശ്ലോകം. അസ്ഫുടേ വപുഷി തേ പ്രയത്നതോ ധാരയേമ ധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാ ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. തേ അസ്ഫുടേ വപുഷി അടിയങ്ങൾ അവിടുത്തെ സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തിൽ പ്രയത്നതഃ ധിഷണാം മുഹുർമുഹു ധാരയേമ പണിപ്പെട്ട് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം. ഭവദംഘ്രിചിന്തകാഃ അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ തേന ഭക്തിരസം അന്തഃ ധാരണാപരിശീലനം കൊണ്ട് ഭക്തി ആനന്ദത്തെയും ആർദ്രതാം ഉദ്വഹേമ ഹൃദയാർദ്രീഭാവത്തെയും പ്രാപിച്ചുകൊള്ളാം. ധാരണ എന്ന യോഗാംഗമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭക്തരായ ഞങ്ങൾ അങ്ങയുടെ അവ്യക്തമായ രൂപത്തെ വളരെ പ്രയാസപ്പെട്ട് പ്രയത്നിച്ച് പ്രതിബന്ധങ്ങളെ എല്ലാം തരണം ചെയ്ത്, അതായത് ഭഗവത് രൂപത്തിൽ മനസ്സ് ഏകാഗ്രമാക്കുക എന്നത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. പലപ്പോഴും മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ പറയുന്നത് നിരന്തരമായ അഭ്യസനം കൊണ്ട് ബുദ്ധിയെ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാമെന്ന്. സഗുണസ്വരൂപത്തെ ഉപാസിക്കുന്നവർക്ക് കാലക്രമത്തിൽ യോഗാംഗങ്ങളുടെ പരിശീലനം കൊണ്ട് അവ്യക്തമായ നിർഗുണ സ്വരൂപത്തിൽ മനസ്സുറപ്പിക്കാൻ ശക്തരാക്കണമേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മനസ്സിൽ ഭഗവത് രൂപം ഉറച്ചു കിട്ടുമ്പോൾ മനസ്സ് ഭഗവാനിൽ ലയിക്കുകയും ആനന്ദം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുന്നു. അസ്ഫുടേ വപുഷി തേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ.